E25 പെട്രോൾ വിപണിയിലേക്ക് ഉടൻ ഇറക്കേണ്ടതില്ല എന്ന് കേന്ദ്ര സർക്കാർ ശക്തമായ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് തീരുമാനം. 2030 നടപ്പാക്കേണ്ട E20 പെട്രോൾ സാർവത്രികമാക്കൽ 2026 കൊണ്ടുവന്നതും പരിശോധിക്കും. അതേസമയം വാഹനങ്ങൾക്ക് തകരാറുണ്ടെന്ന വാദങ്ങൾ കേന്ദ്രം ശരിവെച്ചു. വിഷ്ണുപ്രസാദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഈ എഥനോൾ കലർന്ന പെട്രോൾ ഇന്ധനം ഉപയോഗിക്കുന്നതുകൊണ്ട് വാഹനങ്ങൾക്ക് തകരാറുണ്ടാകുന്നു, യന്ത്രത്തിന് തകരാറുണ്ടാകുന്നു, തുരുമ്പ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ വലിയ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ വാഹന കമ്പനികൾ ഒന്നടങ്കം യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വരികയാണ് ചെയ്തത്. ഇപ്പോൾ കേന്ദ്രം തന്നെ സമ്മതിക്കുന്നുണ്ട് തകരാറുണ്ട് എന്ന വാദങ്ങൾ. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? മോദി, അതായത് 2030 കൂടിയാണ് രാജ്യത്ത് E20 പെട്രോൾ സാർവത്രികമാക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഈ 2021 കൂടി ഈ ലക്ഷ്യം കുറച്ചുകൂടി നേരത്തെ നമുക്ക് കൈവരിക്കാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് കേന്ദ്ര സർക്കാർ ബയോഫ്യൂവൽ നയം കൊണ്ടുവന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2025-26 സാമ്പത്തിക വർഷം തന്നെ ഈ E20 പെട്രോൾ ഇന്ത്യയിൽ എല്ലാ പമ്പുകളിലും ലഭ്യമാക്കാനായിരുന്നു കേന്ദ്ര സർക്കാർ തീരുമാനം. എന്നാൽ ഇത് വലിയ രീതിയിൽ ബാധിച്ചത് വാഹന ഉടമകളെയാണ്. കാരണം രാജ്യത്തെ നിരത്തുകളിലുള്ള വാഹനങ്ങളിൽ 56% നിലവിലെ E10 അല്ലെങ്കിൽ E15 പെട്രോൾ ഉപയോഗിച്ച് മാത്രം പ്രവർത്തിപ്പിക്കാവുന്ന എഞ്ചിനുകളുള്ള വാഹനങ്ങളാണ്. അവിടേക്കാണ് ഈ E20 പെട്രോൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇത് വ്യാപകമായ പരാതികൾ ഉയരുന്നതിനും വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംബന്ധിച്ച നഷ്ടപരിഹാര ക്ലെയിമുകൾ ഉയരുന്നതിനും കാരണമായിട്ടുണ്ട്. വലിയ പ്രതിഷേധങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശക്തമായതോടുകൂടി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനം നടത്തി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന ദുർബലമായ ഒരു വാദമായിരുന്നു മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് തന്നെ അത് തിരുത്തേണ്ടി വന്നു. ഈ ഉയർന്ന വാദങ്ങളിൽ പലതും അടിസ്ഥാനമുള്ളവയാണ് എന്ന് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ അടുത്ത ഘട്ടം E25 പെട്രോൾ രാജ്യത്ത് കൊണ്ടുവരുന്നതിനുള്ള സമയപരിധി ഇപ്പോൾ കേന്ദ്ര സർക്കാർ നീട്ടിയിട്ടുള്ളത്. കൂടുതൽ വിശദമായ പരിശോധനകൾക്കും ഗവേഷണങ്ങൾക്കും ശേഷം മാത്രമേ E25 പെട്രോൾ കൊണ്ടുവരൂ എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുതിയ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. മോദി, ശരി.